പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാത്സ് ഫോർ സക്സസ് എന്ന് പറയുന്ന വീഡിയോ ക്ലാസ് സീരീസിലെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിലൂടെയായിട്ട് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സംഖ്യകളുമായി ബന്ധപ്പെട്ട് സംഖ്യകളുടെ തുകയുണ്ട്, എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക, ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും PSC പരീക്ഷയിൽ എപ്പോഴും കടന്നു വരാനുള്ള ഒരു മേഖല തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്, അതേപോലെ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏത്, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9999. ഇനി ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ്? 10, ഇത് 10,000, 10000. ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1ന്റെ ഡിഫറൻസ് ആണ് അല്ല. 9999 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10,000 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് പരീക്ഷയ്ക്ക് വെച്ചത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേരള PSC പരീക്ഷയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യം 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എണ്ണൽ സംഖ്യകളുടെ തുക നമുക്കറിയാം 1, 2, 3, 4, 5, 6 ഇങ്ങനെ തുടർന്ന് പോകുന്ന നമ്മൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ എണ്ണൽ സംഖ്യകളെ നമുക്ക് ഇരട്ട സംഖ്യകളെന്നും അതേപോലെ തന്നെ ഒറ്റ സംഖ്യകളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഇരട്ട സംഖ്യകളെന്ന് പറഞ്ഞാൽ എന്താണ്? 2, 4, 6 ഇങ്ങനെ തുടരുന്നതാണ് ഇരട്ട സംഖ്യ. അതായത് 2ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന നമ്പറുകളാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയാം. ഇനി അതല്ലാത്തവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. അതായത് 1, 3, 5 ഇങ്ങനെ തുടരുന്നതാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n × n+1/2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 50 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 100 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ മാത്രം തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അവിടെ ഈ 2നെ അങ്ങോട്ട് ഒഴിവാക്കുക. എണ്ണൽ സംഖ്യകളുടെ ഇക്വേഷൻ എന്താ? n × n+1/2 ആണ്. അതിൽ 2നെ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ നമുക്കവിടെ n × n+1 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ഇനി ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അപ്പോൾ നമ്മൾ ഈ 1 ഉണ്ടല്ലോ അതിനെ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ ഇക്വേഷൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? n × n+1 ആണ്. അതിൽ ആ 1നെ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ n × n എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n² എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ് ഞാനവിടെ പരിചയപ്പെടുത്തിയത്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം n × n+1/2 ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ n × n+1 ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n² ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. നോക്കാം, 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ്. അപ്പോൾ n × n+1/2 എന്നാണ് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഈ n-ന്റെ സ്ഥാനത്ത് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? n-ന്റെ സ്ഥാനത്ത് ഇവിടെ കൃത്യമായി നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞു 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ്. അതായത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 50 എന്ന് പറയുന്ന വാല്യൂ ആണ്. തുടർന്ന് നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 50 × 50+1 ചെയ്യുമ്പോൾ നമുക്ക് 51 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ 51 /2 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 25 എന്നാണ് കിട്ടുക. അപ്പോൾ 25 × 51 ആണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ 25 × 50 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
25 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ നമുക്ക് 1250 എന്ന് വരും. പിന്നെ അതിനോട് ഒരു 25 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ 1275 എന്നാണ് കിട്ടുക. അതായത് ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 50 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 51 ഡിവൈഡഡ് ബൈ 2. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്രയാണ് കിട്ടി? 1275 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? അവിടെ കൃത്യമായിട്ട് എന്നിൻ്റെ വാല്യൂ നൽകിയിട്ടുണ്ട്. ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം പഠിച്ചു. n ഇൻറ്റു n പ്ലസ് 1 എന്നതാണ് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്നിൻ്റെ ആ ഒരു ഭാഗത്ത് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് 100 ആണെന്ന് ഡയറക്റ്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് 100 കൊടുത്താൽ 100 ഇൻറ്റു 100 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 101 എന്ന് വരും. ഇത് ചെയ്താൽ 101,00, അതായത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം, n² എന്നാണ് നമ്മുടെ സൂത്രവാക്യം. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്ക്, ഇനി എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളെന്ന് ഡയറക്റ്റ് തന്നിട്ടില്ല. മറിച്ച് 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അതായത് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അതായത് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ ഉൾപ്പെടുന്ന ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 50 ഇരട്ട സംഖ്യകളും 50 ഒറ്റ സംഖ്യകളുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം 1 മുതൽ 100 വരെ 50 ഒറ്റ സംഖ്യകളാണുള്ളത്. അതായത് നമ്മളെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 50 എന്നാണ്. 50ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? 25,000 എന്നാണ് കിട്ടുക. ഓപ്ഷൻ ഇവിടെ നമുക്ക് 1 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എത്ര ഒറ്റ സംഖ്യകളുണ്ട് അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ഉത്തരത്തിലേക്ക് എത്തുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നെഗറ്റീവോ പോസിറ്റീവോ അല്ലാത്ത പൂർണ്ണസംഖ്യയാണ് 0 എന്ന് പറയാം. 0 എന്താണ്? നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല. ഏറ്റവും ചെറിയ പോസിറ്റീവ് എണ്ണ സംഖ്യ വെച്ചാൽ ഏതാണ്? 1 ആണ് നമുക്കറിയാം. ഇനി ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യ വെച്ചാൽ -1 ആണ്. നമുക്കറിയാം നമ്മളുടെ 0, 1, 2, 3, 4, 5, 6 പിന്നെ പുറകോട്ട് വരുമ്പോൾ -1, -2, -3 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? വാല്യൂ കൂടി വരുന്നത്. അപ്പോൾ -2വിനേക്കാൾ വലുതാണ് ഏത്? -1 എന്ന കാര്യം ഓർക്കാം. എന്നാൽ 2നേക്കാൾ ചെറുതാണ് ഏത്? 1 എന്ന് പറയുന്നത്. എന്നാൽ -2വിനേക്കാൾ വലുതാണ് എന്ത്? -1. അതാണ് ഇവിടെ പറഞ്ഞ ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യയാണ് -1 എന്ന് പറയുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്തല്ല? നെഗറ്റീവും അല്ല, പോസിറ്റീവും അല്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റ സംഖ്യകളുടെ തുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം, n² എന്നതാണ്. അപ്പോൾ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുണ്ട്, പിന്നെ തൊട്ടടുത്ത 20 ഒറ്റ സംഖ്യകളുണ്ട്. അതായത് ടോട്ടൽ അവിടെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? തുടർച്ചയായിട്ടുള്ള 40 ഒറ്റ സംഖ്യകളുണ്ട്. ഇതിൽ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക S1 ആയിട്ടും തുടർന്ന് വരുന്ന 20 ഒറ്റ സംഖ്യകളുടെ തുക S2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ S2 മൈനസ് S1 ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? S2 മൈനസ് S1 എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് S1ൻ്റെ ആ ഒരു തുകയും കണ്ടുപിടിക്കണം, S2ൻ്റെ തുകയും നമുക്ക് കണ്ടുപിടിക്കണം. S1ൻ്റെ തുക പിന്നെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും, കാരണം ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ഡയറക്റ്റ് 20 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ S1 എന്ന് പറയുമ്പോൾ എന്താണ്? n², അതായത് 20 സ്ക്വയർ എടുത്താൽ മതി. നമുക്കവിടെ 400 എന്ന് കിട്ടും. അതേ സമയത്ത് S2ൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പിന്നീട് വരുന്ന 20 ഒറ്റ സംഖ്യകൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ n എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക, ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക. ആ ഒരു രീതി ചോദിക്കുകയാണെങ്കിലാണ് നമ്മൾ ഡയറക്റ്റ് അവിടെ 50 എന്നും 20 എന്നും ഒക്കെ എന്നിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി S2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്കൊന്ന് പരിശോധിക്കാം.
ഇവിടെ നോക്കുക, 1 മുതൽ 40 വരെയുള്ള ഒറ്റസംഖ്യകൾ, ഇത്രേൻ്റെയും തുക നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രേൻ്റെയും തുക നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇത്രയുള്ള തുകയില്ലേ നമ്മുടെ S1 ഇല്ലേ, അതിനോട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? S2 കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 1 മുതൽ 40 വരെയുള്ള, അതായത് ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കുന്നു. പിന്നെ ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയായിട്ട് കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? തുടർന്ന് വരുന്ന, ശേഷം വരുന്ന 20 ഒറ്റസംഖ്യകളുടെ തുക നമുക്ക് കിട്ടും. അപ്പോൾ 40 ഒറ്റസംഖ്യകളുടെ തുക എന്താണ്? ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ 40ന്റെ സ്ക്വയറാണ്. അത് നമുക്ക് 1600 എന്ന് കിട്ടും. അപ്പോൾ ഈ 1600 400 ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ S2ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1200 എന്ന് നമുക്ക് കിട്ടും. എത്രയെന്ന് കിട്ടും? 1200 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് S1ന്റെ വാല്യൂ 400 എന്നുണ്ട്, S2ന്റെ വാല്യൂ 1200 എന്നുണ്ട്. ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1200 കുറയ്ക്കണം 400 നമുക്കിവിടെ ചെയ്യേണ്ടത്. 1200 കുറയ്ക്കണം 400, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 800 എന്ന് കിട്ടും. ഇവിടെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഏതാണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്? ഓപ്ഷൻ 1 ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒറ്റസംഖ്യകളുടെ ഒരു ഇതാണ് പറഞ്ഞതെങ്കിൽ നാളെ ചിലപ്പോൾ ഇരട്ട സംഖ്യകളായിട്ട് വരാം, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളായിട്ട് വരാം. അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതി തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പരിചയപ്പെട്ടത്? ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക എന്നതിൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ 1, 800 എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 2 3 4 5 ഇങ്ങനെ തുടരും. വർഗ്ഗം എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ ഇങ്ങനെ തുടർന്നു പോകും. അപ്പോൾ ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര. അതായത് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് അങ്ങനെ n സ്ക്വയർ വരെയുള്ള എണ്ണൽ സംഖ്യകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുക എങ്ങനെ കണ്ടുപിടിക്കാനാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ്, കാണാപ്പാഠം പഠിച്ചു വെക്കുക തന്നെ ചെയ്യണം. n ഇൻറ്റു n പ്ലസ് 1 2n പ്ലസ് 1/6 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എണ്ണിന് സ്ഥാനത്ത് 6 കൊടുക്കണം. അപ്പോൾ 6 ഇൻറ്റു 6 പ്ലസ് 1 ചെയ്യുമ്പോൾ 7 വരും. പിന്നെ 2n പ്ലസ് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 6 12 ആണ്. 12 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 13 എന്ന് വരുന്നു. ഡിവൈഡ് ബൈ 6 ഇതും വെട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 91 എന്നാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ 7 ഇൻറ്റു 13 ചെയ്താൽ 91 എന്ന് കിട്ടും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ്? ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന് നമുക്ക് അറിയേണ്ടത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എത്ര എന്നാണ്. ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ്. നേരത്തെ നമ്മൾ പറഞ്ഞ വർഗ്ഗമാണ്, ഇവിടെ എന്താണ്? ക്യൂബാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ഓൾ സ്ക്വയർ ആണ്. ഇതിൽ n ഇൻറ്റു n പ്ലസ് 1/2 നമുക്കറിയാം എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ്. അതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ്? 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് 10 എന്നാണ്. അപ്പോൾ 10 ഇൻറ്റു 10 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 11 വരും, ബൈ 2 വരും. ഇത് നമ്മൾ ഇങ്ങോട്ട് ചെയ്താൽ 5 വെച്ച് വെട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 55ൻ്റെ സ്ക്വയർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 55ൻ്റെ സ്ക്വയർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് 30/25 എന്നാണ് കിട്ടുക. ഈ അവസാനത്തെ ഈ ഒരു ഡിജിറ്റ് ഇല്ലേ, 5 വെച്ച് അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഈ 5ൻ്റെ സ്ക്വയർ എടുക്കുക, അതിവിടെ എഴുതുക, 25 എന്ന് എഴുതുക. പിന്നെ ഈ 5 എടുക്കുക, തൊട്ടടുത്ത നമ്പർ എടുക്കുക. 5ൻ്റെ തൊട്ടടുത്ത 6 അല്ലേ, അതുകൊണ്ട് അത് രണ്ടും കൂടെ ഗുണിക്കുക. അപ്പം നമുക്കവിടെ 30/25 എന്നാണ് കിട്ടുക. ഇപ്പോൾ ഒരു സിമ്പിൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുക. 25ൻ്റെ സ്ക്വയർ, അപ്പം നമുക്ക് 5ൻ്റെ സ്ക്വയർ 25. തുടർന്ന് 2ഉം 3ഉം ഗുണിക്കുക, തൊട്ടടുത്ത നമ്പർ 3 അല്ലേ, അപ്പം നമുക്ക് 625 കിട്ടും. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. 15ൻ്റെ സ്ക്വയർ നോക്ക്. അപ്പോൾ അവിടെ നോക്കുക, 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം 25. ഇനി 1ഉം തൊട്ടടുത്ത നമ്പർ ഏതാണ്? 2 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2 225 എന്ന് നമുക്ക് കിട്ടും.
ഇനി നമ്മൾ 35ൻ്റെ സ്ക്വയർ എടുത്ത് നോക്ക്, 5ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. ഇനി 3 × 4 നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. 1225 എന്നാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇത്തരത്തിൽ 5 വെച്ച് അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ നമുക്ക് ഈ രീതിയിൽ, രണ്ടക്ക നമ്പറുകളുടെ സ്ക്വയർ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് തുകയാണ്, സംഖ്യകളുടെയൊക്കെ തുക എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്ന PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ആ ഇക്വേഷൻസ് മാത്രം ഒരിക്കൽ കൂടി നമ്മളൊന്ന് എഴുതുകയാണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം n × n+1/2 ആണ്. അതേപോലെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ രണ്ടിനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി, n × n+1 എന്നാണ് വരിക. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ഇരട്ട സംഖ്യയുടെ ഇക്വേഷനിൽ നിന്ന് ഒന്നിനെ പിടിച്ചങ്ങോട്ട് കളയുക. അപ്പം നമുക്കവിടെ n × n² എന്നാണ് കിട്ടുക. ഇനി ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ എണ്ണൽ സംഖ്യകളുടെ ഇക്വേഷനിനോടൊപ്പം ഒരു സ്ക്വയർ ചേർത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? ക്യൂബുകളുടെ തുക കിട്ടും. എന്നാൽ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കണം. n × n+1 2n+1/6 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 5 ഇക്വേഷനിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. സാധാരണ ഒരു 10th ലെവൽ പരീക്ഷയിലൊക്കെ ഇവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. എന്നാൽ ഡിഗ്രി ലെവലിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. അത് ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല, പല രീതിയിൽ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻസ് നിർബന്ധമാണ്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പറയുന്ന സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ n × n+1/2 ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ n × n+1 ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n² ആണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n × n+1/2² എന്നാണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n × n+1 2n+1/6 എന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ 5 ഇക്വേഷൻസ് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. കാരണം വരാൻ പോകുന്ന പരീക്ഷയിൽ അത് ചോദിക്കുന്നതാണ്, ഓൾറെഡി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി കുറേ ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബേസിക് കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറേ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും മാക്സിമം എന്ത് ചെയ്യണം, ഈ ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം മാത്സ് എന്ന് പറയുന്ന ഭാഗം എളുപ്പമാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മാക്സിമം ചെയ്യുക വഴിയാണ് മാത്സ് എന്ന് പറയുന്ന ഭാഗം എളുപ്പമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോയാൽ മതി. നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പരീക്ഷകൾ ഏതാണോ അത് എത്തുമ്പോൾ നമുക്കറിയാം ഇനി കുറച്ച് സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എത്തുമ്പോഴേക്കും നമ്മൾ എന്തായിരിക്കും, അതിനാവശ്യമായിട്ടുള്ള എല്ലാ മാത്സിൻ്റെ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ആധികാരികമായിട്ട് പഠിക്കുകയല്ല വേണ്ട, നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സിലബസിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക. കാരണം നമ്മൾ മാത്സിൽ എന്താണ് PhD എടുക്കാനൊന്നും അല്ല പോകുന്നത്, മറിച്ച് പരീക്ഷയ്ക്ക് തരുന്ന ആ 20 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്ക് നമുക്ക് കിട്ടുക, അതിലൂടെ നമ്മൾ ജോലിക്ക് എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കുക. അതിന് നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക വഴി തീർച്ചയായിട്ടും ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു സഹായം എന്ന രീതിയിലാണ് ഈ വീഡിയോ ക്ലാസ് സീരീസ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നാളെ ഞായറാഴ്ചയാണ്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇനി തിങ്കളാഴ്ചയായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള സംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ചീച്ച ആയിരിക്കും ഓരോ ടോപ്പിക്കും നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാക്സിമം കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കും. കുറച്ച് സമയം നമ്മളൊരു ക്ലാസ്സിന് വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ കുറച്ച് സമയം നല്ല രീതിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചാൽ മാത്സ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു മിത്രത്തെ പോലെ തന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.